നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സംഖ്യകൾ കൂടിയിട്ട് അന്തിച്ചർച്ചയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അതായത് ഗാന്ധി ജയന്തി ദിവസത്തിൽ അന്തിച്ചർച്ചയ്ക്ക് ABCD മലയാളം എന്ന് പറയുന്ന ചാനലിൽ 3 ആളുകൾ ഇരുന്നിരുന്നു. ഈ 3 ആളുകളെയും നിങ്ങൾക്ക് പരിചയമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പരിചയമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെറിയൊരു പരിചയപ്പെടുത്തലാവാം. ആദ്യത്തെ ആളെ പേര് TG മോഹൻദാസ്. TG മോഹൻദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ തലയിൽ ഒരു 5 കിലോ ചാണകമുണ്ട്. രണ്ടാമത്തെ ആളുടെ പേര് MP അഹമ്മദ്. ഇദ്ദേഹത്തിന്റെ തലയിൽ ചാണകമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചാണകം വാരി എറിയുന്ന ചാനലിലാണ് ആങ്കർ ആയിട്ടുള്ളത്. നമ്മുടെ അവസാനത്തെ ആളുടെ പേര് G സുനിജി. ഇതൊരു സംഖ്യ മൈൻഡുള്ള ആള് തന്നെയായിരിക്കും. കാരണം പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് പോലെയാണ് സംഖ്യകൾക്ക് G കൂട്ടി വിളിക്കുന്നത്. അവരിൽ ചാണകമുണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടിയിട്ട് ഗാന്ധി ദിന ദിവസത്തിൽ അന്തിച്ചർച്ചയ്ക്ക് കുത്തിയിരുന്നു. ഈ അന്തിച്ചർച്ചയിൽ ഗാന്ധിയെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാൻ പറ്റും ആ ഒരു രീതിയിലൊക്കെ ഇവന്മാർ താറടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇത് കണ്ട് റിയാക്ട് ചെയ്യാം. TG മോഹൻദാസ് ആണ് മെയിൻ. എന്തായാലും അയാളെ തന്നെ വിളി. ഇവരെ കൊണ്ട് സത്യം പറയാലോ ഭയങ്കര കോമഡിയാണ്. അവസാനമായി അല്ലാതെ നമുക്കൊന്നും പറ്റൂല. ഇത് ഇതേപോലത്തെ ആൾക്കാർ തന്നെ ഉണ്ടാക്കണം ഇങ്ങനത്തെ സൗണ്ട്. അതൊക്കെ വിട്. നമുക്ക് ഇവന്മാരുടെ അന്തിച്ചർച്ചയുടെ ശൈലി എങ്ങനെയാണെന്ന് കാണാം. ഇൻട്രോ കാണാം. ഓക്കെ, പ്ലേ ചെയ്യാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന MK ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ്. അങ്ങനെയൊന്നും പറയല്ലേ. ആ ഒരു സമയത്ത് മോഹൻജിയുടെ മുഖം നോക്ക്. ഈ മോഹൻദാസ് ഒരു സംഖ്യായതിനെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ ഗാന്ധിജിയെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇവന്മാരൊക്കെ ഗാന്ധിജിയെ എതിർക്കുന്ന ടീമാണ്. അവരോട് പറയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുഖം വെക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോ നമ്മുടെ ഗാന്ധിജിയോട് സംഖ്യകൾക്ക് എത്രമാത്രം അറപ്പും വെറുപ്പും ഉണ്ടെന്ന് TG മോഹൻദാസിന്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇതിന് മറുപടിയായിട്ട് മോഹൻദാസ് കൊടുത്ത കുറച്ച് മറുപടി നമുക്ക് കേൾക്കാം. ഗാന്ധി അത് നമുക്കൊന്നും പറയാൻ പറ്റൂല. കളവനക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഗാന്ധി എന്നെല്ലാം പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. എന്നിട്ട് മനസ്സിലുള്ള വർഗീയത എങ്ങനെയെങ്കിലും പുറന്തള്ളണമെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ അന്തിച്ചർച്ചക്കൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കാണാൻ കുറെ സംഖ്യകളും. ഗാന്ധി മനസ്സിലായി. ഗാന്ധി അല്ലേ? അത് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ ഒരു ഗാന്ധിന്റെ ഒപ്പം ഉള്ള മണിക്കല് ഫ്രീ ആണെന്ന് എല്ലാവർക്കും അറിയാം. സംസാരിച്ചോ? ഗാന്ധിജിയെ കേരളത്തിലെ ഏറ്റവും അധികം ഓർക്കുന്നത് കേരളത്തിൽ മദ്യം വാങ്ങുന്നവരാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് ഗാന്ധിജിയെ ഓർക്കുന്ന ആൾക്കാർ ഈ കള്ളുകുടിയന്മാരാണെന്ന് മാത്രമാണ് പറയുന്നത്. അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നതല്ലേ? നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കറ. ഗാന്ധിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഗാന്ധിയെ ഓർക്കുന്നത് കൂടുതലായിട്ട് കള്ളുകുടിയന്മാരാണെന്ന്. അങ്ങ് ഒരിക്കലുമല്ല. കാരണം ഈ കേരളത്തിൽ തന്നെ ഗാന്ധി ഭക്തന്മാര് കുറെ ഉണ്ട്. അവർ എഴുന്നേക്കുന്നത് ഉടനെ തന്നെ ഓർക്കുന്നത് ഗാന്ധിയാണ്. നിങ്ങൾ പറയാണ് കള്ളുകുടിയന്മാരാണ് ഗാന്ധിയെ ഓർക്കുന്നത്. അത് നിങ്ങൾക്ക് ഗാന്ധിയോടുള്ള വിരോധമാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്. ഇതാര് ഈ ആളെന്ന് പോലും ആർക്കും അറിയില്ല. പറഞ്ഞുകൊണ്ടുവന്നത് മഹാത്മാഗാന്ധി ആരാണെന്ന് പല ആളുകൾക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. ഗാന്ധിജി ആരാണെന്ന് അറിയാത്ത ഒരാൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അവനൊരു ഇന്ത്യക്കാരനല്ല. നിങ്ങളെപ്പോലുള്ള സംഖ്യകൾ ഇങ്ങനെയുള്ള പലതും അടിച്ചുവിടും. പക്ഷേ ഇവിടെയുള്ള ഓരോ ആളുകൾക്കും ഗാന്ധിജി ആരാണെന്ന് അറിയാം. ഗാന്ധിജി ആരാണെന്ന് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാതെ നിൽക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ക്രൂരത ചെയ്യുമ്പോൾ ഗാന്ധിജി ചൂന്നക്കാൻ പോയതല്ല. ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ആളാണ് ഗാന്ധിജി. ആ ഗാന്ധിജി ഇവിടെയുള്ള ആർക്കും അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെയൊക്കെ തലയിൽ ചാണക കൂമ്പാരമാണെന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. രാഷ്ട്രീയക്കാർക്ക് പിന്നെ ഇടയ്ക്കൊരു തർക്കം. ഗാന്ധിയെ കൊന്നത് നീയല്ലേ ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഇയാളെന്താ പറയുന്നത്? രാഷ്ട്രീയക്കാർക്ക് തർക്കം. ഗാന്ധിജിയെ കൊന്നത് നീയല്ലേ ഞാനല്ലേന്ന്. ഇവിടെയുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഗാന്ധിജിയെ കൊന്നത് ഒരു BJP കാരനാണ്. അതായത് RSSന്റെ പണ്ടത്തെ ഒരു നേതാവാണെന്ന് ഇവിടെയുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ വലിച്ചു നീട്ടാണല്ലോ ഈ കളവേ. രാഷ്ട്രീയ തർക്കത്തിന് ഉപയോഗിക്കുന്ന ഒരു വാളും പരിചയമാണ് ഗാന്ധി. ഇങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഗാന്ധി എന്ന് പറയുന്ന ആളെ പറ്റി ധരിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ? പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഗാന്ധി അങ്ങനെയല്ല ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ഒരു മഹാത്മാഗാന്ധി. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് തർക്കത്തിനുള്ള ഒരു ആയുധമാണ് ഗാന്ധി എന്ന്. ഇതൊക്കെ ഏതവനാണ് കാണുന്നത്? അല്ലേ? ഇതെന്താ അക്ഷര ക്ലാസ് പഠിപ്പിക്കുന്നത് ഇവിടുന്ന്? ഇതിനുണ്ട് കുറെ കാഴ്ചക്കാർ. എന്തായാലും നമുക്ക് കാണാം. ഈ മഹാത്മാക്കളുടെ ജന്മദിനവും ചരമദിനവും ഒക്കെ അവധിയാക്കി തീർക്കുന്ന ഒരു ഔദ്യോഗിക സിസ്റ്റം തന്നെയാണോ നമ്മൾ മാറ്റി തീർക്കേണ്ടത്? ചോദിച്ചത് ഒരു നല്ല ചോദ്യം തന്നെയാണ്. അതായത് മുസ്ലിങ്ങൾക്ക് നബിദിനമുണ്ട്, ഹിന്ദുക്കൾക്ക് ശ്രീകൃഷ്ണ ജയന്തി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് ഉണ്ട്. അപ്പോ ഈ ദിവസങ്ങളൊക്കെ അവധി ആക്കണോ എന്നാണ് നമ്മുടെ ആങ്കർ ചോദിച്ചിട്ടുള്ളത്. ഇതിന് നമ്മുടെ TG മോഹൻദാസ്, അതായത് തലയിൽ ചാണകം മാത്രം കൊണ്ടു നടക്കുന്ന ഇയാൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്. കേട്ടോളെ. അല്ല, ഗാന്ധിയുടെ കേസിലെങ്കിൽ ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെയുള്ള ആരെ ജന്മദിനം കൊണ്ടാടിയാലും ചരമദിനം കൊണ്ടാടിയാലും
പക്ഷേ ഗാന്ധി എന്ന് പറയുന്ന ആളുടെ ജന്മദിനത്തിന് അവധി വേണ്ട എന്നാണ് ഈ ചാണകേശ് പറയുന്നത്. ഇയാളൊക്കെ തലച്ചോറ് പോയ പോക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ഒരാളെ ജന്മദിനവും ചരമദിനവും അവധി ആകരുതെന്നാണ് പറയുന്നത് നമ്മുടെ ചാണകേശ്. ചാണകേശിന്റെ ഒക്കെ മൈൻഡ് സെറ്റ് പോയ പോക്ക് നോക്ക്. ഗാന്ധി എന്തായാലും വെടിവെച്ച് കൊന്നു. ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഗാന്ധിയെ വെടിവെച്ച് ആരെങ്കിലും കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ ഇപ്പോഴും ചൂണക്കിക്കൊണ്ട് നിന്നേനെ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ശുചീകരണ വാരം, സേവനവാരം ഇപ്പൊ ഒരാഴ്ച എവിടെ സാർ അത്? ഇല്ല, സ്കൂളുകളിൽ നിന്നൊക്കെ അത് പോയി. എടാ ഇവനൊക്കെ എന്താടാ പറയുന്നത്? ശുചീകരണം സ്കൂളുകളിൽ നിന്ന് പോയെന്നോ? ഞാൻ 2 ദിവസങ്ങൾക്ക് മുൻപ് പോലും കണ്ടിട്ടുണ്ട് സ്കൂൾ കുട്ടികളൊക്കെ പുറത്ത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കുന്നത്. അതൊന്നും ഇവരെ പോലുള്ള കളവന്മാരെ കാണൂല. ഇയാൾ വെറുതെ എന്തൊക്കെ അടിച്ചു വിടുകയാണ്. സ്കൂളിലൊക്കെ ഇപ്പൊ ശുചീകരണം എന്ന് പറയുന്ന ഒരു പീരീഡ് തന്നെ ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ടല്ലോ സ്കൂൾ പരിസരം മുഴുവൻ വൃത്തിയാക്കും. എടാ TG മോഹൻദാസ് ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ആളാണ്. അതായത് സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ സ്കൂളിന്റെ പരിസരവും ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. നമ്മളാരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. TG മോഹൻദാസ് ഒക്കെ ഭയങ്കര കഴിവാണ്. പക്ഷെ എന്താ പറയാ, തലയിൽ 2 കിലോ ചാണകം വെച്ചിട്ട് നടക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ക്ലീനാക്കും. ഒരാഴ്ച ഇതാണ് പണി. സ്കൂള് കംപ്ലീറ്റ് വൃത്തിയാക്കും. കുറച്ച് കുറക്കാൻ പറ്റോ? ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓവറല്ലേ? അതായത് സ്കൂളിൽ പോകുന്ന കാലത്ത് ഒരാഴ്ച ഇത് തന്നെ പോലെ പണി, ക്ലീനിങ്ങിന് പോക്ക്. എടാ ഇയാൾക്ക് എന്താ പറയുന്നത്? ചാണകം മൈൻഡ് കൊണ്ട് എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മണ്ടത്തരമൊക്കെ പറയുന്നത്. ഒരാഴ്ച ഇതാണ് പണി. എടാ സത്യമാണ് പറഞ്ഞത്, നിങ്ങളാരും നിഷേധിക്കരുത്. ഒരാഴ്ച അത് തന്നെയാണ് പണി, സമ്മതിച്ചു കൊടുത്തത്. ബാക്കി പറ. രീതിയിൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല. ഗാന്ധി പറഞ്ഞ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാലോ. നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കറിയാലോ ഗാന്ധി പറഞ്ഞ ഒരു സംഭവം നിങ്ങളെ പോലുള്ള സംഖ്യകൾ ചെയ്യില്ല. പക്ഷെ നിങ്ങളെ പോലെയല്ല ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ. അവര് ഗാന്ധി പറഞ്ഞ പല പാതയും ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. നിങ്ങളെ പോലെയല്ല, തലയിൽ ചാണകമുള്ള ആൾക്കാർ ഒരിക്കലും ചെയ്യില്ല. അത് സത്യം തന്നെയാണ്. അഴിമാവിൻ ചെക്കനോ ശുശ്രുതനും എന്നൊക്കെ പറഞ്ഞിട്ട് കവിത എഴുതി അഴിമാവിനെ പറ്റി. എടാ ആങ്കറിനൊക്കെ സൗണ്ട് എന്താണ് ഇങ്ങനെ? അത് നമുക്ക് പറ്റൂല. അത് ആ ആങ്കർ തന്നെ ഉണ്ടാക്കണം, എന്നാലേ അതിന്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ബാക്കി പറ. ഷാപ്പിൽ നിന്ന് ആരും ഇറങ്ങി വന്ന് ആരെയും ഉപദ്രവിക്കുകയോ പിടിക്കുകയോ ചെയ്ത ചരിത്രമില്ല. ഇയാളൊക്കെ ബുദ്ധിശൂന്യത എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് കള്ള് ഷാപ്പിൽ നിന്ന് അടിച്ച് ഫിറ്റായിട്ട് വന്നിട്ട് ഇവിടെയുള്ള ജനങ്ങൾ ആരും ഇതുവരെ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ചിന്തിക്കുവേൻ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഒരു ചാണകം തന്നെയാണ്. പച്ച ചാണകം ഒന്നും പറഞ്ഞാൽ പോരാ. ചാണകം ഉണങ്ങിപ്പോയ എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ഇയാളൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു മനുഷ്യനെ മഹാത്മാഗാന്ധി ആക്കുന്ന ഒരു സാധനമാണ് മദ്യം. ഇയാള് പറഞ്ഞ ഗാന്ധി വിരോധം കേട്ട് കുരങ്ങൻ ചിരിക്കുന്നത് പോലെ മറ്റൊരുത്തെ ആ ആങ്കർ ചിരിച്ചത് നിങ്ങൾ നോക്കണ്ട. പക്ഷെ ഇയാൾ ഉദ്ദേശിച്ചു കൊണ്ടുവന്നത് എന്താണെന്നറിയോ? മനുഷ്യനെ മദ്യപാനം ഗാന്ധി ആക്കും എന്ന് പറഞ്ഞില്ലേ? മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തളവും. അത് വേറെ കാര്യം. ഗാന്ധിയുടെ പാതയിൽ പോയാലും അത് തന്നെയാണ് അവസ്ഥ എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നത്. അനാവശ്യമായ പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ. സെക്സ് എഡ്യൂക്കേഷനും അങ്ങനെ തന്നെയാണ്. അല്ലടാ, ആ നടുവിൽ നിൽക്കുന്നവൻ എന്താ സുഖയില്ലേ? പാവ ഉണ്ടാവൂടാ. പാവ ഫസ്റ്റ് 2 വാക്ക് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ വട്ടി പോലെ നടുവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പ്രവർത്തനമാണെന്ന് അവരിൽ തന്നെ പറഞ്ഞുണ്ടാവും. പക്ഷേ പാവത്തിന് മൂക്കോലിപ്പും ജലദോഷമൊക്കെ ഉണ്ട്. ജലദോഷത്തിന് വിക്സ് ഗുളിക നല്ലതാണ്. പക്ഷെ ആള് കിടിലാണ്. ആൾക്ക് ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. കോമഡിയാണ് ഇതേപോലത്തെ സാധനങ്ങൾ കൊണ്ടല്ലോ. അപ്പൊ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പാവത്തിന് വെറുതെ കളിയാക്കൊന്നുമില്ല. ഈ TG മോഹൻദാസ് എന്ന് പറഞ്ഞ ചാണകമാണ് ഞാൻ നോക്കിയതിൽ. അതിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ചാണക വർഗീയവാദി. അപ്പോൾ മറ്റു 2 പേരും അത്യാവശ്യം മോശമില്ലാതെ വർഗീയത പറയുന്നത് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതെനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇത് നല്ല വീഡിയോ വീണ്ടും കാണാം. ഫോളോ ചെയ്യാം, ലൈക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. ബൈ.